പാപത്തിന്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. പാപം ഇനിമേൽ നമ്മളെ ഭരണം നടത്താൻ അനുവദിക്കരുത്. നമ്മൾ സാത്താന്റെ അടിമകളല്ല, മറിച്ച് യേശു തന്റെ രക്തം കൊടുത്ത് വിലയായി വാങ്ങിയവരാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാപവാസന നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അടിക്കടി കുമ്പസാരത്തിൽ ഏറ്റുപറയുന്ന ചില പാപങ്ങൾ, ചില ദുശീലങ്ങൾ, എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറാത്ത ചില പാപമേഖലകൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഇനിമേലിൽ ഞാൻ ആ പാപത്തിനടിമയല്ല. നീ നിന്നോട് തന്നെ പറയണം, ഞാൻ ഇന്ന പാപത്തിനടിമയല്ല, ഞാൻ യേശുവെ നിന്റെ സ്വന്തമാണ്, ഞാനത് വിശ്വസിക്കുന്ന കർത്താവെ. ഓരോ വ്യക്തിയും നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്ന ചില പാപമേഖലകൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരും. ഇന്ന കാര്യങ്ങൾ, ഇന്ന മേഖലകൾ, പ്രത്യേകിച്ച് നിന്റെ നാവിന്റെ ദുരുപയോഗം, നിന്റെ സ്വഭാവ രീതികൾ, നിന്റെ ഇടപെടലുകൾ, നിന്റെ ചിന്തകൾ, നമ്മുടെ ജീവിതത്തിലുള്ള ചില പാപകരമായ മേഖലകൾ കർത്താവ് ഓർമ്മപ്പെടുത്തി തരുന്നു. ചില അടിമത്തങ്ങൾ, മദ്യത്തിന്റെ അടിമത്തമാവും, മൊബൈൽ ഫോണിന്റെ അടിമത്തമാവും. എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറുന്നില്ലല്ലോ, ഞാനിങ്ങനെ ഭാഗ്യക്കേടുള്ള മനുഷ്യനാണല്ലോ, ഇതെന്റെ വിധിയാണല്ലോ. അങ്ങനെയല്ല, മറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത്, നിനിമേൽ നീ പാപത്തിനടിമയല്ല. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കണം, ഞാൻ പാപത്തിനടിമയല്ല, ഞാൻ എന്റെ യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നീ നിന്നോട് തന്നെ പ്രഖ്യാപിക്കുന്നതനുസരിച്ച്, നീ നിന്നോട് തന്നെ പറയുന്നതനുസരിച്ച് കാലങ്ങളായിട്ടുള്ള നിന്റെ മേലുള്ള സകല പാപങ്ങളുടെ കെട്ടുകളും കർത്താവ് അഴിക്കും. സകല പാപങ്ങളും വരുത്തി വെച്ച് ദുഃഖങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, ഇനിമേൽ ഞാൻ പാപത്തിനടിമയല്ല, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. സാത്താൻ എന്റെ മേൽ അവകാശമില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ച് ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, നാമ തുറന്ന് വിളിച്ച്, ഇനിമേൽ സാത്താൻ എന്റെ മേൽ അവകാശമില്ല, യേശു എന്നെ കുരിശിനാൽ വീണ്ടെടുത്തതാണ്. ഓ ദൈവമേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഓ കർത്താവേ, പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. ഓ കർത്താവെ, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനിൽ പ്രവർത്തിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം എന്നിൽ പ്രവർത്തിക്കട്ടെ. കർത്താവെ, ഒരു കാരണവശാലും ഒരു തിന്മയ്ക്കും എന്റെ മേൽ അധികാരമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, 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 ആമേൻ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം പറയുക, പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. പാപത്തിന് എന്റെ മേൽ അധികാരം. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. യേശുവിന്റെ സ്വന്തം.